കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ആദ്യ ആക്രമണ ദിവസത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു. 5 ആഴ്ച യുദ്ധം വേണ്ടിവരും എന്ന കണക്ക് കൂട്ടിയാണ് അമേരിക്ക യുദ്ധത്തിനിറങ്ങിയത്. പക്ഷേ ഇപ്പോൾ 5 ആഴ്ച പിന്നിടുമ്പോഴും അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങളൊന്നും അത്ര കണ്ട് നിറവേറിയിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച ഈ ആക്രമണങ്ങളിൽ ഇറാൻ ഉണ്ടായിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തോളം രാഷ്ട്രത്തെ നയിച്ചു വന്ന അയത്തുള്ള ഖമീനിയെ ഇറാന് നഷ്ടമായി. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഇറാന് നഷ്ടമായി. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ച് പാഡുകൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഡ്രോണുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ നിരവധി തന്ത്രപ്രധാനമായ പ്രതിരോധ കേന്ദ്രങ്ങളെല്ലാം അമേരിക്ക തകർത്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഇപ്പോഴും തിരിച്ചടിക്കുള്ള അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്താനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അമേരിക്ക എപ്പോഴൊക്കെ ഇറാനെ ആക്രമിക്കുമോ അപ്പോഴെല്ലാം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനാ താവളങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ആ മിസൈലുകൾ ലക്ഷ്യം കാണുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, മിസൈലുകളും ഡ്രോണുകളും ഇറാൻ അവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇറാൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ്. ആക്രമിച്ച് ഇറാൻ്റെ സൈനിക ശേഷിയെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കണം. അതുവരെ ആക്രമണം നടത്തണം. എന്നാൽ അമേരിക്ക പറയുന്നത് അങ്ങനെയല്ല. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കുക. ഈ സമ്മർദ്ദത്തിലാക്കിയതിന് ശേഷം ആണവായുധങ്ങൾ എങ്ങനെയെങ്കിലും ഇറാൻ്റെ കയ്യിൽ നിന്നും മാറ്റിയെടുക്കുക. ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ ഈ ലക്ഷ്യം നിറവേറുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനെ സമാധാന ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിച്ചെങ്കിലും ആ സമാധാന ചർച്ചകൾ വിജയിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. സമാധാന ചർച്ചയ്ക്ക് വേണ്ടി മേശയ്ക്കരികിൽ ഇരിക്കുമ്പോൾ തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളെ ആക്രമിച്ചു കൊണ്ടേയിരുന്നു. സമാധാന ചർച്ചകൾക്കായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വധിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം വീണ്ടും സംഘർഷത്തിന് ഉടലെടുക്കാൻ വേണ്ടി കാരണമായി. അമേരിക്ക ഏതാണ്ട് 10-13 ദിവസത്തോളം തുടർച്ചയായി ആക്രമണം ഇറാനുമേൽ നടത്തി. അതിമാരകമായ ആക്രമണമാണ് 13-14 ദിവസത്തോളം 2 ആഴ്ചക്കാലത്തോളം അമേരിക്ക നടത്തിയത്. അതിനുശേഷം ആക്രമണങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്നതായി അമേരിക്ക പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം ഇറാനും പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കുന്നതായി ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഭയാനകമായ ഒരു ശാന്തതയാണ് യുദ്ധഭൂമിയിലുള്ളത്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും സംഘർഷം പുനരാരംഭിക്കാം എന്ന സാഹചര്യവുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും ഒരുപോലെ ഉപരോധം തുടരുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തീരുമാനം കൂടിയാണത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഇന്ന് അമേരിക്കയിൽ നടക്കുകയാണ്. അതായത് യുദ്ധത്തിൻ്റെ 5-ാം മാസം തികയുന്നതിൻ്റെ അന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ന് അമേരിക്കയിലെത്തുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ട്രംപുമായി ഇരുവരും ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അതിനായി യുക്രൈൻ പ്രസിഡന്റുമായും അതുപോലെ തന്നെ ഇസ്രായേലിയൻ പ്രധാനമന്ത്രിയുമായും ട്രംപ് ഇന്ന് സംസാരിക്കും. ഇറാൻ വിഷയത്തിൽ ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും തമ്മിൽ അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വ്യക്തമാണ്. ട്രംപ് തന്നെ ഇക്കാര്യം കഴിഞ്ഞ ദിവസം വാർത്താലേഖകരോട് പറഞ്ഞിരുന്നു. പക്ഷേ മറ്റെല്ലാ തരത്തിലുമുള്ള ഞങ്ങളുടെ ബന്ധം അത് വളരെയധികം ഊഷ്മളമാണ് എന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നതിനോട് ഇസ്രായേലിന് ഒട്ടും യോജിപ്പില്ല. മാത്രമല്ല മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനായി അമേരിക്ക എന്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യമാണ് ഇസ്രായേൽ ട്രംപിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ചാ വിഷയമാവുക. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ചായിരിക്കും സെലൻസ്കിയോട് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുക. എന്തായാലും 2 രാഷ്ട്ര നേതാക്കളും അമേരിക്കൻ പ്രസിഡന്റിനെ അനുസരിക്കുമോ എന്നറിയില്ല. കാരണം യുദ്ധം ഒരു കാരണവശാലും നിർത്തരുത് എന്ന അഭിപ്രായമുള്ളവരാണ് രണ്ടുപേരും. റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പലതവണ നടന്നു കഴിഞ്ഞു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തന്നെ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിലൊക്കെ പുറംതിരിഞ്ഞു നിന്നത് സെലൻസ്കി ആയിരുന്നു. ഒരു കാരണവശാലും
യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് സെലൻസ്കിയാണ്. അതായത് റഷ്യ ഒട്ടനവധി ഭൂപ്രദേശങ്ങൾ യുക്രൈനിൽ നിന്ന് യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിച്ചാൽ ആ ഭൂവിഭാഗങ്ങളെല്ലാം റഷ്യയ്ക്ക് തന്നെയായിരിക്കും. എന്നാൽ അത് തിരികെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് മാത്രമേ സെലൻസ്കി തയ്യാറാവുകയുള്ളൂ എന്നാണ് സൂചന. അങ്ങനെയാണ് എങ്കിൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അത്രമാത്രം ഇത്രയും വർഷം നീണ്ട യുദ്ധം ഇനിയും തുടരാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് റഷ്യ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകളും ദീർഘദൂര ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് യുക്രൈൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റഷ്യയ്ക്ക് മേൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആക്രമണങ്ങളിൽ റഷ്യൻ റിഫൈനറികൾക്ക് കേടുപാടുകൾ പറ്റുകയും റഷ്യയിൽ വലിയ തോതിലുള്ള ഇന്ധന ദാരിദ്ര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ റഷ്യയ്ക്ക് മേൽ വലിയ പ്രകോപനം തീർക്കുന്ന യുക്രൈനെ കഴിഞ്ഞ 2-3 ദിവസത്തെ കനത്ത ആക്രമണം കൊണ്ട് വരുതിയിലാക്കാൻ റഷ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് യുക്രൈനിയൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനെത്തുന്നത്. മറിച്ച് അപ്പുറത്ത് നെതന്യാഹുവിൻ്റെയും കഥ ഇതുതന്നെയാണ്. രണ്ടാം ഘട്ട ആക്രമണങ്ങൾ അമേരിക്ക ഇറാനിൽ നടത്തുമ്പോഴും ഇസ്രായേൽ അതിൽ പങ്കുകൊണ്ടില്ല. സംയുക്തമായിട്ടാണ് നേരത്തെ ഇറാനിൽ ആക്രമണം തുടങ്ങിയതെങ്കിൽ അഭിപ്രായ വ്യത്യാസം കാരണം ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിൽക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു കാരണവശാലും ഇറാനെതിരെ ആക്രമണം നിർത്തരുത് എന്ന് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരുന്നു. വെടിനിർത്തൽ കരാറോ അതുപോലെ തന്നെ ചർച്ചകളോ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. മറിച്ച് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ സൈനിക ശേഷിയെ നശിപ്പിക്കണം എന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ അവിടെ അമേരിക്കയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ കേൾക്കാത്തതുകൊണ്ട് അമേരിക്ക വലിയ നഷ്ടങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അഭിപ്രായം. ചർച്ചാ മേശയിൽ നിന്ന് നേരിട്ട് യുദ്ധത്തിലേക്ക് വരേണ്ടി വന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ലെബനനിൽ കനത്ത ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ. ആ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലതവണ അമേരിക്ക പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കട്ടെ എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് എങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 3 യുദ്ധങ്ങൾ അവസാനിക്കും. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം, അതോടൊപ്പം തന്നെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള യുദ്ധം. ഈ സംഘർഷങ്ങൾ ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന യുദ്ധം. അതുകൊണ്ട് തന്നെ ഈ 2 രാഷ്ട്ര നേതാക്കന്മാരുമായി ചർച്ച നടത്തി അവർ അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന ഫോർമുലയിലേക്ക് ട്രംപ് വരുമോ എന്നറിയില്ല. എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ ഇറാനിൽ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വെടിനിർത്തലിലാണ് എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്ന് ഇന്ന് ഇറാൻ വെളിപ്പെടുത്തി. അതായത് ഇറാനിൽ സമാധാനം പുലരുമ്പോഴും അത് അമേരിക്ക ആക്രമിക്കാത്തത് കൊണ്ട് മാത്രമാണെന്നും അമേരിക്ക ഏതു നിമിഷം ആക്രമണം പുനരാരംഭിക്കുമോ ആ നിമിഷം ഇറാനും പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാനും പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 3500-ലേറെ സാധാരണക്കാരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. Malayali Warta Plus, like, share and subscribe.